വർക്ക് നടക്കുന്നുണ്ട്. മണ്ണ് ലെവൽ ചെയ്യുന്നുണ്ട്. എല്ലാ വർക്കും വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. ഒരു സൈഡിൽ ലെവൽ ചെയ്ത് കഴിഞ്ഞതാണ്. ഇവിടെ നമുക്ക് കാണാം ഒരു ലൈന് മാത്രം ഒരു ടെസ്റ്റിങ് പോലെ വരച്ചത് കാണാൻ ഒരു വര. നമ്മളെ കൊളപ്പുറം ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ച ഇതാണ്. ഒരു സൈഡിൽ ഒരു ലൈൻ മാർക്കിംഗ് ടെസ്റ്റിങ് നടത്തിയിട്ടുണ്ട്. ഹലോ ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് കൊളപ്പുറം കൂരിയാട് ഭാഗത്തുള്ള പാടത്താണ് വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് കാണാം ഇവിടെ നല്ല രീതിയിൽ വർക്ക് നടക്കുന്നുണ്ട്. കട്ട വെച്ചുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ പകുതിയിലേറെയൊക്കെ ആയിട്ടുണ്ട്. അപ്പം നമ്മുടെ NH66 വർക്ക് കൂരിയാട് പാടത്ത് വളരെ വേഗത്തിലാണ് നടക്കുന്നത് കാണാം. നമുക്ക് ഈ ഭാഗത്തൊക്കെ മണ്ണ് നിറച്ച് തുടങ്ങിയിട്ടുണ്ട്, കഴിയാറായി തുടങ്ങിയിട്ടുണ്ട്. ഇവിടെ ഇതിൻ്റെ പകുതിയോളം ആയിട്ടുണ്ട്. ഇനി ഈ സൈഡിലേക്കൊക്കെ മണ്ണ് കൊണ്ടുവന്ന് നിറക്കുന്നത് കാണാം. ഈ സൈഡിൽ ഇതിൻ്റെ അരികു ഭാഗത്ത് വരുന്ന ഭാഗത്ത് മെറ്റലാണ് മെറ്റൽ നിറച്ചിട്ട് ഇതാ അവിടെ കാണാം. നമുക്ക് മെറ്റൽ നിറച്ച് മണ്ണൊക്കെ കൊണ്ടുവന്ന് കൂട്ടിയിട്ടുണ്ട്. അവിടെ റോഡ് റോളർ വെച്ച് അമർത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. നല്ലൊരു അടിപൊളിയായിട്ടുള്ള കാഴ്ചയാണ് കാണുന്നത്. നമുക്ക് ഇങ്ങോട്ട് വരാം. അതിൻ്റെ മുന്നായിട്ട് നമുക്ക് ഈ ഭാഗത്ത് നമ്മുടെ കൂരിയാട് പഴയ പാലത്തിൻ്റെ അടിഭാഗത്ത് കുറേ റീവർക്കുകൾ ഒക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. ആ റീവർക്കുകളൊക്കെ എന്തായിട്ടുണ്ട് എന്ന് നോക്കാം. പിന്നെ പാലത്തിൻ്റെ മുകളിൽ തന്നെ കുറേ റീവർക്കുകൾ നടക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് പോയിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മുടെ കൂരിയാട് വന്നിട്ടുള്ള ഒരു അണ്ടർപാസ്. അതിൻ്റെ മുകളിലാണ് ഇപ്പോൾ അധിക ഭാഗത്തും ഇങ്ങനെ ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. കൂരിയാട് ഭാഗത്തു നിന്നുള്ളൊരു കാഴ്ച ഇതാണ്. ഡ്രെയിനേജിൻ്റെ വർക്ക് നടക്കുന്നതുകൊണ്ട് വാഹനങ്ങൾക്കൊക്കെ പോകാൻ വളരെ ബുദ്ധിമുട്ടാണ്. അത് കാണാം, ഒറ്റ ലൈനൊക്കെ ആയിട്ടേ വാഹനങ്ങൾക്ക് പോകാൻ പറ്റുള്ളൂ. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു കാഴ്ച. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിലേക്കൊന്ന് പോയി നോക്കാം. എന്നിട്ട് നമുക്ക് പുഴേൻ്റെ ആ ഭാഗത്തേക്ക് പോയിട്ട് അവിടെയുള്ള കാഴ്ചകൾ നോക്കാം. ഇവിടെയൊക്കെ വരുമ്പോൾ ഡ്രെയിനേജിൻ്റെ വർക്ക് കുറച്ച് ഭാഗത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ ഭാഗത്തൊക്കെ ഇവർ ഇങ്ങനെയുള്ള ക്രാഷ് ബാരിയർ വെച്ചത് എടുത്തു മാറ്റുന്നൊരു കാഴ്ചയാണ് ഇവിടെ. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു കാഴ്ച. ഇതാണ് നമ്മുടെ ചെമ്മാട് ഭാഗങ്ങളിലേക്കൊക്കെ പോകുന്ന റോഡ്. അപ്പോൾ നമുക്ക് അങ്ങോട്ട് പോവാം. അതിൻ്റെ മുന്നേ നമുക്ക് ഈ ഭാഗത്തുള്ള വർക്കുകളൊക്കെ ഒന്ന് നോക്കിയിട്ട് അങ്ങോട്ട് പോവാം. ഇവിടേക്ക് വരുമ്പോൾ എന്താ കാണുന്ന പറഞ്ഞാൽ ഇവിടെ ടാർ ചെയ്ത ഇതിൻ്റെ മുകളിൽ തന്നെ കുറേ പഴയ റോഡ് പൊളിച്ച വേസ്റ്റൊക്കെ തട്ടിയിട്ടുണ്ട്. ഇവിടെ ഇപ്പോൾ ഒരു ഭാഗത്ത് ടാറിങ്ങിനുള്ള ഒരുക്കങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ സിമെൻറ്റ് മിക്സൊക്കെ ചെയ്ത് അമർത്തുന്നുണ്ട് ഈ ഭാഗത്ത്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഒരു വലിയൊരു താങ്ക്സ് പറയുകയാണ്. ഒരുപാട് പേര് കമൻറ്റും ലൈക്കൊക്കെ ചെയ്യുന്നുണ്ട്. തുടർന്നും നിങ്ങളുടെ കമൻറ്റും ലൈക്കൊക്കെ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇതാണ് നമ്മുടെ സർവീസ് റോഡ്. വേങ്ങര ഭാഗത്ത് നിന്നൊക്കെ വരുന്ന ഇതാണ് ഇവിടെയുള്ള കാഴ്ച. ഇപ്പോൾ ഒരു സെൻറ്റർ ഭാഗത്തൂടെയാണ് വാഹനങ്ങൾ കടത്തിവിടുന്നത്. ഒരു സൈഡിൽ മണ്ണ് ലെവൽ ചെയ്യുന്നൊരു വർക്കാണ് ഇപ്പം നടക്കുന്നത്. ഇവിടെ നമുക്ക് കാണാം ഡ്രെയിനേജിൻ്റെ വർക്കുണ്ട് കാണാം. പുഴേൻ്റെ ഭാഗത്തേക്ക് പോകുന്ന ഒരു റോഡാണ്, പുഴേൻ്റെ താഴ്ഭാഗത്തേക്ക്. അപ്പോൾ നമുക്ക് പുഴേൻ്റെ അടിയിൽ അവിടെ പോയിട്ട് പാലത്തിൻ്റെ വർക്കുകൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇവിടെ ഇതാ മണ്ണ് ലെവൽ ചെയ്യുന്നുണ്ട്. ഇവിടെയും ഡ്രെയിനേജിൻ്റെ വർക്കിന് വേണ്ടിയിട്ടുള്ള മണ്ണ് എടുത്തു മാറ്റിയിട്ടുണ്ട്. ഇവിടെ നമുക്ക് കാണാം ഈ സൈഡിൽ കോൺക്രീറ്റ് വാളാണ്, കട്ട വെച്ചുള്ളതല്ല. അപ്പോൾ നമുക്ക് പുഴേൻ്റെ അടുത്ത് പോയിട്ട് പാലത്തിൻ്റെ അടിഭാഗം ഒന്ന് നോക്കിയിട്ട് വരാം. ഇപ്പം നമ്മൾ പഴയ പാലത്തിൻ്റെ അടിഭാഗത്തേക്ക് വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് കാണാം ഒരു
പ്ലാസ്റ്റിക് പോലെ ഒരു ഇത് അടിച്ചു വെച്ചിട്ടുണ്ട്. ഒരു ഷീറ്റ് അടിച്ച് വെച്ചതിൻ്റെ ശേഷം അതിൻ്റെ അടിഭാഗത്ത് ഒരു പെയിൻറ്റ് പോലുള്ളൊരു എന്തോ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഇവിടെയുള്ള അടിഭാഗത്ത് വന്നിട്ടുള്ളൊരു മാറ്റം. ഇവിടേക്ക് നോക്കുമ്പോൾ ഒരു സിമെൻറ്റ് സ്പ്രേ ചെയ്ത പോലെ കാണുന്നുണ്ട്. അതിൻ്റെ ശേഷമാണ് ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഒരു ഷീറ്റ് ഒട്ടിച്ചിരിക്കുന്നത്. ഇതിൻ്റെ മുകൾ ഭാഗത്തൊക്കെ ഇതിൻ്റെ കൈവരികളൊക്കെ പൊട്ടിച്ച് ഒഴിവാക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ടൊക്കെ പോവാം. ഇവിടൊക്കെ അതിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇവിടുന്ന് കാണാം നമുക്ക് പഴയ കൈവരികളൊക്കെ ഇവിടുന്ന് ഇങ്ങോട്ടുള്ള ഭാഗത്തേക്കൊക്കെ കൈവരികൾ എടുത്ത് മാറ്റി കഴിഞ്ഞു. അവിടെ അവർ ഡ്രില്ല് ചെയ്ത് പൊട്ടിച്ചെടുക്കുന്നത് കാണാം. ആ ഭാഗത്ത് മുൻഭാഗത്ത് ഇവിടെ വർക്കേഴ്സ് പഴയ കൈവരികളൊക്കെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഇതാണ് നേരത്തെ കാണിച്ച സൈഡിൽ ബീമിലാണ് കൊടുത്തിട്ടുള്ളത്. ഇങ്ങനെ ഒരു പ്ലാസ്റ്റിക് കവറിങ് ചെയ്ത പോലെ ഉണ്ട്. ഡ്രില്ല് ചെയ്യാൻ ഈ ജനറേറ്ററിൽ നിന്നാണ് കറണ്ടൊക്കെ എടുക്കുന്നത്. ഇതാണ് പാലത്തിൻ്റെ അടിഭാഗം. ഇനി പുഴേൻ്റെ ആ ഭാഗത്തേക്ക് വരുമ്പോൾ സെൻറ്റർ ഭാഗത്താണ് ഇപ്പോൾ നമ്മൾ കണ്ട ഈ പ്ലാസ്റ്റിക് കോട്ടിങ് ചെയ്യുന്നത്. നമ്മൾ താഴോട്ട് വന്നിട്ടുണ്ട് പുഴയിലേക്ക്. വെള്ളമൊക്കെ കുറവാണ്. നല്ല അടിപൊളിയായിട്ട് വർക്ക് കഴിഞ്ഞ പാലം നമുക്കിവിടെ കാണാം. അടിഭാഗം ഇതാണ് ഇപ്പോൾ നടക്കുന്ന വർക്ക്. ഇതിൻ്റെ മുകൾ ഭാഗത്ത് നമ്മൾ നേരത്തെ അവിടെ കണ്ട പോലുള്ള വർക്കാണ് ഇവിടെ നടക്കുന്നത്. ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് പശ തേച്ചതിന് ശേഷം ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ഷീറ്റ് ഒട്ടിക്കാണ്. ബീമിൽ മാത്രമാണ് അവർ ചെയ്യുന്നത്. ബീമിൻ്റെ ഭാഗത്ത് അടിഭാഗത്തൊക്കെ ചെയ്യുന്നുണ്ട്. എങ്ങനെയാണ് ഇതിൻ്റെ ടെക്നോളജി മറ്റുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇതാണ് ഇവിടെ നിന്നുള്ളൊരു കാഴ്ച. വർക്ക് ഇവിടെയൊക്കെ നടക്കുന്നുണ്ട്. പഴയ കൈവരിയൊക്കെ പൊട്ടിച്ച് മാറ്റി പുതിയ രീതിയിലുള്ള ക്രഷ് ബാരിയർ ആണ് ഇവർ വെക്കേണ്ടത്. അതിനു വേണ്ടിയാണ് പഴയ കൈവരികളൊക്കെ എടുത്തു മാറ്റുന്നുണ്ട്. ഇവിടെ നിന്ന് നോക്കുമ്പോൾ മറ്റൊരു പാലം കൂടെ കാണാൻ പറ്റും നമുക്ക്. ഇതാണ് ചെമ്മാട് ഭാഗത്തേക്കൊക്കെ പോകുന്ന ഒരു പാലാണ്. അപ്പോൾ ഇനി നമുക്ക് മുകളിൽ പോയി നോക്കാം. ഇവിടെയൊക്കെ പ്രീ വർക്കിൻ്റെ വർക്കുകൾ നടക്കുന്നുണ്ട്. ഇതാണ് അടിഭാഗത്തു നിന്നുള്ള കാഴ്ച. അപ്പോൾ നമുക്ക് കൂരിയാട് പാടത്ത് പോയിട്ട് അവിടെയുള്ള വർക്കുകളൊക്കെ നോക്കാം. പോയി വന്നപ്പോഴേക്കും ഇവിടെ മണ്ണ് ലെവൽ ചെയ്ത ഭാഗത്ത് മണ്ണ് അമർത്തി തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് മുന്നോട്ട് പോകാം.
കൊളപ്പുറം ഭാഗത്തേക്കാണ് വന്നിട്ടുള്ളത്. നമ്മൾ അവിടുന്ന് യാത്ര ചെയ്ത് ഇങ്ങോട്ട് വന്നു. നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇവിടേക്ക് വരുമ്പോൾ ഇവിടെ ലെവൽ ചെയ്ത് കഴിഞ്ഞ് കോൺക്രീറ്റ് മിക്സ് അമർത്തിയത് കാഴ്ചയാണ് കാണേണ്ടത്. ഈ സൈഡിൽ ഒരു സൈഡിൽ ഇപ്പോഴും മണ്ണ് ലെവൽ ചെയ്ത് കൊണ്ട് വരികയാണ്. ഈ ഭാഗത്തും ഇനി അധികമൊന്നും മണ്ണ് ലെവൽ ചെയ്യാനില്ല. നമുക്ക് കാണാം ഇനി ഈ ഭാഗത്ത് അവസാന ഘട്ടത്തിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഹൈറ്റ് നോക്കുകയാണെങ്കിൽ രണ്ട് ഭാഗവും നമുക്ക് കണ്ടാൽ അറിയാം ഏകദേശമൊക്കെ ഒരേ ലെവൽ തന്നെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഭാഗത്തേക്ക് നോക്കുമ്പോൾ ഈ ഭാഗത്തും ഒരു സൈഡിൽ അവിടെ വരുന്ന ഒരു ചെറിയൊരു പാലമുണ്ട്. ആ പാലത്തിൻ്റെ അവിടം വരെയാണ് ഇപ്പോൾ ഈ മണ്ണ് സിമെൻറ്റ് മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ വളരെ വേഗത്തിലാണ് ഇവിടെയൊക്കെ ഇപ്പോൾ വർക്ക് നടക്കുന്നത്. ആ പാലത്തിൻ്റെ അടുത്തേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ആ ഭാഗത്ത് അവിടം വരെ ഇപ്പോൾ ഇവിടെ കാണാം നമുക്ക് സിമെൻറ്റ് മിക്സ് ചെയ്തിട്ടുണ്ട്. ഒരു സൈഡിൽ വർക്ക് ഇനി കുറച്ചുണ്ട്. അതിൻ്റെ മണ്ണ് ലെവൽ ചെയ്യുന്ന വണ്ടിയൊക്കെ ഇവിടെ ഉണ്ട്. പിന്നെ പാലത്തിൻ്റെ മുകളിൽ എന്തൊക്കെയോ വർക്ക് നടക്കുന്നുണ്ട്. നമുക്ക് അങ്ങോട്ട് പോയി നോക്കാം. നമ്മൾ ഈ പാലത്തിൻ്റെ അടുത്തേക്ക് വന്നിട്ടുണ്ട്. ഇവിടെ കാണാൻ നമുക്ക് വളരെ ദൂരത്തിലാണ് ഈ സിമെൻറ്റ് മിക്സ് ചെയ്തിട്ടുള്ളത്. പാലം ഇവിടെ വർക്ക് നടക്കുന്നുണ്ട്. പാലത്തിൻ്റെ വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ ഒരു സൈഡിൽ ക്രാഷ് ബാരിയറിൻ്റെ വർക്കാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവിടെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് ഇനി വാള് കെട്ടാനോ ഇവിടെ മണ്ണ് നിറക്കാനുള്ളത്. ബാക്കിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരു ഭാഗത്ത് ഈ റോഡും പാലവും തമ്മിൽ കോൺക്രീറ്റ് ചെയ്യുന്ന ഒരു വർക്ക് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതിൻ്റെ വർക്കും ഇവിടെ ഒരു സൈഡിൽ കഴിഞ്ഞിട്ടുണ്ട്. ഈ വർക്കാണ് ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ ഷൂട്ട് ചെയ്യാൻ പോയ സമയത്ത് അവിടുത്തെ എൻജിനീയർ സമ്മതിക്കാതെ. അപ്പോൾ അതിൻ്റെയൊക്കെ വർക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ ആ ഭാഗത്തും കട്ട വെച്ചുള്ള വർക്ക് ഒരു സൈഡിൽ കംപ്ലീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഒരു സൈഡിൽ വർക്ക് വളരെ സ്ലോവിലാണ് നടക്കുന്നത് കൊണ്ട് ആ സൈഡിൽ കാണുന്നില്ല. ഈ സൈഡിലാണ് ഇപ്പോൾ വർക്ക് നടക്കുന്നത്. ഇതും അവസാനിക്കാനായിട്ടുണ്ട്. ഇനി കുറച്ചുള്ളൂ. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ ഒരു സൈഡിൽ ഈ ഭാഗത്ത് ഇവർ കുറച്ച് ഭാഗത്ത് ഒന്നും ചെയ്തിട്ടില്ല. കാണാം നമുക്ക് ഈ ഭാഗത്തേക്ക് വരുമ്പോൾ വലിയ മാറ്റങ്ങളൊന്നും കാണുന്നില്ല. ഒരു സൈഡിൽ വർക്ക് കഴിഞ്ഞതിന് ശേഷമായിരിക്കാം എന്നറിയില്ല. അങ്ങോട്ട് നോക്കുമ്പോൾ ഇവിടെ പഴയ ഈ ക്രാഷ് ബാരിയറുകൾ കൊണ്ടുവന്ന് വെച്ചുകൊണ്ട് ഇങ്ങനെ മണ്ണ് അവിടെ ഒന്നും ചെയ്ത് കാണുന്നില്ല. ഇപ്പം നടക്കുന്നൊരു വർക്ക് ഇതാണ്. ഇതിൻ്റെ സൈഡിൽ കോൺക്രീറ്റ് ചെയ്യുന്നൊരു വർക്ക്. കൂരിയാട് പാടം. അപ്പോൾ നമുക്കിനി കൊളപ്പുറം ഭാഗത്തേക്ക് തന്നെ പോവാം. അവിടുന്ന് കറങ്ങിയിട്ട് തിരിച്ച് ഈ വഴി ഇങ്ങോട്ട് തന്നെ വരാം. നമ്മൾ വന്ന വഴി ഇതാണ്. അപ്പോൾ നമ്മൾ അവിടുന്ന് കുറച്ചും കൂടെ ഇങ്ങോട്ട് വന്നിട്ടുണ്ട്. ഇനി കൊളപ്പുറം ഭാഗത്തേക്കാണ് പോകുന്നത്. കൊളപ്പുറം ഭാഗത്ത് ഒരു സൈഡിൽ കട്ട വെച്ചുള്ള വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ൊക്കെ വരുമ്പോൾ ഒരു സൈഡിൽ നമുക്ക് കാണാം സർവീസ് റോഡിൻ്റെ ഒരു സൈഡിൽ ഫുട്പാത്തിൻ്റെ ഒരു വർക്ക് നടക്കുന്നുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ കട്ട വെച്ചുള്ള വർക്ക് നടക്കുന്നതായിരിക്കും. അതിൻ്റെ ഒരു വർക്കാണ് ഇവിടെ കാണാം നമുക്ക്. ഈ കട്ടയാണ് ഇവിടെ ഉപയോഗിക്കേണ്ടത്. അതിനു വേണ്ടി ഇങ്ങനെയുള്ള കട്ടകൾ ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ഇതാണ് കൊളപ്പുറത്തേക്ക് വരുമ്പോൾ കാണുന്ന കാഴ്ച. കൊളപ്പുറം ഭാഗത്തേക്ക് വരുമ്പോൾ ഇവിടെ കട്ട വെച്ചുള്ള വർക്ക് നടക്കുന്നുണ്ട്. മണ്ണ് ലെവൽ ചെയ്യുന്നുണ്ട്. എല്ലാ വർക്കും വളരെ വേഗത്തിൽ നടക്കുന്നുണ്ട്. ഒരു സൈഡിൽ ലെവൽ ചെയ്ത് കഴിഞ്ഞതാണ്. ഇവിടുന്ന് അങ്ങോട്ട് ഫുള്ളായിട്ട് ടാറിങ് ഒക്കെ കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടു കാണുമെന്ന് വിചാരിക്കുന്നു. ഇതാണ് ഇവിടുന്ന് അങ്ങോട്ട് കട്ട വെച്ചുള്ള വർക്കുകൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇനി വളരെ കുറച്ച് ഭാഗത്താണ് ഇനി കട്ട വെക്കാനുള്ളത്.
ഈ ഭാഗത്തു നിന്ന് അങ്ങോട്ടാണ് ടാറിങ് കഴിഞ്ഞത്. അവിടെയാണ് നമ്മുടെ ഓവർപാസ് വരുന്നത്, കുളപ്പുറം ഓവർപാസ്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ മുകളിലൂടെ അങ്ങോട്ട് തിരിച്ചു പോവുകയാണ്, ആ ഭാഗത്തേക്ക് പോവുകയാണ്. ഇവിടെ ഇതാണ് കാഴ്ച. നമ്മളെ കുളപ്പുറം ഓവർപാസിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ച ഇതാണ്. ഒരു സൈഡിൽ ഒരു ലൈൻ മാർക്കിംഗ് ടെസ്റ്റിങ് നടത്തിയിട്ടുണ്ട്, ബാക്കിയൊന്നും കാണുന്നില്ല. ഇപ്പം നമ്മൾ കാണിച്ച ആ ഭാഗം വരെ ടാറിങ് കഴിഞ്ഞത് കാണാം നമുക്ക്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഓപ്പോസിറ്റ് സൈഡിൽ നിന്ന് കാണുന്ന കാഴ്ച. ഇവിടെ നമുക്ക് കാണാം ഒരു ലൈന് മാത്രം ഒരു ടെസ്റ്റിങ് പോലെ വരച്ചത് കാണാൻ ഒരു വര. വേറെ പുതിയതായിട്ടുള്ള മാറ്റങ്ങളൊന്നും കാണുന്നില്ല. ഇപ്പോൾ ഇവിടെ സർവീസ് റോഡിൽ വർക്ക് നടക്കുന്നതുകൊണ്ട് എല്ലാ വാഹനങ്ങളും ഈ സൈഡിലൂടെയാണ് പോകുന്നത്. ആ ഭാഗത്ത് അവിടെ ഒരു നമ്മുടെ ഡ്രൈനേജിൻ്റെ വർക്ക് നടക്കുന്നുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോകുന്ന വാഹനങ്ങൾക്കൊന്നും പോകാൻ പറ്റാത്തതുകൊണ്ട് ഈ വഴി തന്നെയാണ് പോകുന്നത്, ഈ സർവീസ് റോഡിലൂടെ തന്നെ.